ഞാൻ ദീപ്തി. വർണ്ണങ്ങൾ വാനിൽ നിറയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അതുപോലെയാണ് ചില വ്യക്തികളും. അവരെ ചിലപ്പോൾ നമുക്ക് ആരും അല്ലായിരിക്കാം, ചിലപ്പോ നമുക്ക് യാതൊരു പരിചയവും കാണില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തില് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. അത്തരത്തിലൊരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ലിറ്റി മോൾ. വൈകല്യങ്ങളോടെ പിറന്ന് മാതാപിതാക്കൾ ഉപേക്ഷിച്ച ഒരു പെൺകുട്ടി, പക്ഷേ കുറവുകളോട് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പെൺകുട്ടി. ഇന്നവൾ മനോഹരമായി പാട്ടുപാടുന്ന, വൈകല്യങ്ങളുള്ള കൈകൾ ഉപയോഗിച്ച് അതിമനോഹരമായി കീബോർഡ് വായിക്കുന്ന, IAS സ്വപ്നം കാണുന്ന, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ്. നമുക്ക് ലിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാം. കുറവുകളെ നിറവുകളാക്കിയ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ലിറ്റി മോൾ. ലിറ്റിയെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും നന്നായിട്ട് സാധിക്കുന്നത് ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന ഈ സന്യാസ സമൂഹത്തിന്റെ മദർ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ റോസലിക്കാണ്. ഈ ഒരു കുഞ്ഞ് ആലയത്തില് ലിറ്റിയെ സ്വീകരിച്ച നാള് മുതൽ ഇന്നോളം ലിറ്റിയെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സിസ്റ്റർ റോസലിക്കാണ്. സിസ്റ്ററെ, ലിറ്റിയെ കുറിച്ച് ഞങ്ങളോടൊന്ന് ചെറുതായിട്ട് പങ്കുവയ്ക്കാവോ? ലിറ്റിമോൾ ഈ സ്ഥാപനത്തിൽ വന്നത് ജനിച്ച് 6 ദിവസം പ്രായമുള്ള ആ സമയത്താണ്. ഈ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയായ മദർ മേരി ലിറ്റിയുടെ കരങ്ങളിലാണ് ലിറ്റിമോള് വന്ന് എത്തിച്ചേർന്നത്. തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലെ ഡോക്ടർ മദറിനൊരു കത്ത് കൊടുത്തയച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചിട്ടുണ്ട്. മദറിൻ്റെ സ്ഥാപനത്തിൽ ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ദൈവം സ്വർഗത്തിലേക്ക് ഈ കുഞ്ഞിനെ വിളിക്കും. ഇതായിരുന്നു കത്തിൽ എഴുതിയിരുന്നത്. മദർ ലിറ്റി പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുവരിക, ഞങ്ങളൊന്ന് കാണട്ടെ. എന്തായാലും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടു. ഭിന്നശേഷിക്കാരിയായ 6 ദിവസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്. ഈ കുട്ടിയെ എങ്ങനെ വളർത്താൻ പറ്റും? ഇവൾ ജീവിച്ചിരിക്കുമോ അതോ ഇവൾ പെട്ടെന്ന് മരിച്ചു പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിവിടെ വളരാൻ തുടങ്ങി. മദർ ലിറ്റിക്ക് തന്നെ ഒരു പ്രചോദനം കിട്ടി. മദറിൻ്റെ പേര് തന്നെ ഇവൾക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാവരും ലിറ്റിമോൾ എന്ന് അവളെ വിളിക്കാൻ തുടങ്ങി. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു ലിറ്റി, അതായത് ഈ സന്യാസ സമൂഹത്തിന്റെ ഫൗണ്ടറായ സിസ്റ്റർ മേരി ലിറ്റി, ആ ഒരു പേര് തന്നെയാണ് നമ്മുടെ കുഞ്ഞു ലിറ്റിക്കും കൊടുത്തത്. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമായിരിക്കുമോ? മദർ ആ പേര് സ്വീകരിച്ചത് ഏറ്റവും എളിയ രീതിയിലേക്ക് ഇറങ്ങി വരണം എന്നുള്ള ചിന്ത കൊണ്ടാണ് മദർ ലിറ്റി എന്ന പേര് മദറിന് സ്വീകരിച്ചത്. ഈ കുഞ്ഞ് ഏറ്റവും ചെറുതാണല്ലോ, അപ്പോൾ അവൾക്കും ആ പേര് ഇരിക്കട്ടെ എന്ന് കരുതി ആയിരിക്കും മദർ അങ്ങനെ കൊടുത്തത്. എന്തോ മദറിൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട് ലിറ്റി എന്ന പേര് കൊടുക്കാനായിട്ട്. അങ്ങനെ മദറിൻ്റെ പേര് തന്നെ അവൾക്ക് കൊടുത്തു. സിസ്റ്ററെ, ലിറ്റി ഞങ്ങൾക്ക് ശരിക്കും ഒരു അത്ഭുതമാണ്. നമുക്കറിയാം ലിറ്റി കീബോർഡ് വായിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. സിസ്റ്റർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതും മദർ ലിറ്റി തന്നെയാണ് അവളെ ഈ കീബോർഡ് പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു അധ്യാപകനെ ഇവിടെ വരുത്തി കീബോർഡ് പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ അവൾക്ക് അത് നിർബന്ധമായിട്ടൊരു പരിശീലനം കൊടുത്തു. ഏകദേശം 7 വർഷത്തോളം അവൾ കീബോർഡ് പഠിച്ചു. അതിനുശേഷം നന്നായിട്ട് അത് വായിക്കാനും പഠിച്ചു. ഇപ്പോൾ മറ്റുള്ളവരെയും കീബോർഡ് പഠിപ്പിക്കും. ലിറ്റി, അതായത് കൈകള്
നമ്മൾക്ക് എല്ലാവർക്കും 10 പേരുള്ളപ്പോൾ ഒത്തിരി പരിമിതികളുണ്ട്, അതുപോലെ നടക്കാൻ പരിമിതികളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും വളരെ മനോഹരമായിട്ട് പാട്ട് പാടും, അതുപോലെ ആരാധന നയിക്കുന്നു. നിങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. ഇതിനൊക്കെ നിങ്ങളുടെയൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവളാണ് ലിറ്റി. സിസ്റ്ററിൻ്റെ ഓരോ വാക്കിലും എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സിസ്റ്റർ ലിറ്റിമോൾ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത് പോലും. അപ്പോൾ ലിറ്റിയെക്കുറിച്ച് ഈ ഒരു ഇത്രയും കൂടെ ചേർന്ന് നിൽക്കാൻ, അതിനെക്കുറിച്ച് ഇത്രയും പ്രിയപ്പെട്ടവളായിട്ട് മാറാനുള്ള കാരണങ്ങൾ, അതിനെക്കുറിച്ച് സിസ്റ്റർ എന്താ പറയാനുള്ളത്? കാരണം ഇവിടെ കിട്ടുന്നവരെല്ലാവരും ഇങ്ങനെ ഭിന്നശേഷിക്കാരാണ്, ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ഏറ്റവും ഒരു സ്നേഹവാത്സല്യങ്ങൾ കൊടുത്താണല്ലോ വളർത്തേണ്ടത്. പിന്നെ ലിറ്റിമോൾക്ക് പ്രത്യേകിച്ച് 3 വിരലുകളേ ഉള്ളൂ, കാലുകളെല്ലാം അകത്തേക്ക് മടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വളരെയധികം എല്ലാവർക്കും ഒരു ശക്തമായ പ്രചോദനമായി. അവൾക്കൊരു കൂടുതൽ സ്നേഹം കൊടുക്കാനും അവളെ വളർത്തിക്കൊണ്ട് വരാനും. പിന്നെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാണ് അവളെ കുഞ്ഞിലേ മുതൽ വളർത്തിയെടുത്തത്. കാരണം അപ്പനും അമ്മയില്ലാത്ത കുഞ്ഞ്, ഭിന്നശേഷിക്കാരിയായ കുഞ്ഞ്, വളരെയേറിയ സഹായം വേണ്ട കുഞ്ഞ്. അപ്പോൾ അത് എല്ലാവരും ചേർന്ന് വളർത്തി. അവൾ വളർന്നു, ദൈവം വളർത്തി ഇത്ര വരെ എത്തിച്ചേർന്നു. ഓരോ കുഞ്ഞു കാര്യങ്ങളും ലിറ്റിയെക്കുറിച്ച് അറിയുമ്പോഴും കൂടുതൽ അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റർ പറഞ്ഞതുപോലെ വിരലുകൾ 3 വിരലുകളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നല്ല കൈയക്ഷരമാണെന്ന് പറഞ്ഞു. സാധാരണ നമുക്ക് കുറവുകളൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മളുടെ കൈയക്ഷരം പലപ്പോഴും മോശമായി പോകാറുണ്ട്. അപ്പോൾ ഇത്ര മനോഹരമായിട്ട്, അതുപോലെ സിസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. രജിസ്റ്റർ എഴുതുന്ന കാര്യങ്ങളിലും ഓഫീസ് വർക്കുകളിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു മനോഹരമായിട്ട്, ഈ ഒരു കൈയക്ഷരം ഇത്ര മനോഹരമായിട്ട് കീപ്പ് ചെയ്തതിനെ പറ്റിയും അത് നേടിയെടുത്തതിനെ പറ്റിയും അതൊക്കെ എങ്ങനെ സാധിക്കുന്നേ എന്നാണ്, അതൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ ശരിക്കും സാധിക്കുന്നത്? അത് അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി നന്നായിട്ട് എഴുതാൻ തുടങ്ങി. 3 വിരലുകൾ ഉപയോഗിച്ച് നന്നായിട്ട് എഴുതാൻ തുടങ്ങി. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഓഫീസിലേക്കൊക്കെ ഞങ്ങൾ വിളിക്കുമായിരുന്നു ഈ രജിസ്റ്ററുകൾ എഴുതാനൊക്കെ. അപ്പോൾ അവൾ വരും, നന്നായിട്ട് എഴുതും. അപ്പോൾ അത് അവൾക്കും പ്രോത്സാഹനമായി, ഞങ്ങൾക്കത് വലിയ ഉപകാരമായി. കാരണം ഓഫീസ് വർക്കുകൾക്കൊക്കെ സഹായിക്കാൻ ഇവിടെ ഈ ഭിന്നശേഷിക്കാരുടെ സ്ഥാപനമാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നുള്ള രേഖകളുണ്ട്. അതുപോലെ CWC രജിസ്ട്രേഷനുള്ള സ്ഥാപനം, ബാല വികസന കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി രജിസ്റ്ററുകളൊക്കെ എഴുതണം. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയുള്ളവർ വന്ന് സഹായിച്ചാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരം. അല്ലെങ്കിൽ ഞങ്ങളും എപ്പോഴും ഇതിനു വേണ്ടി തന്നെ കുറേ സമയം ചിലവഴിക്കണം. അപ്പോൾ ലിറ്റിമോൾ വരുമ്പോൾ അവൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അവൾ വന്ന് അതെല്ലാം ചെയ്തു തരും. അതുപോലെ അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് കൗതുകം ഉണർത്തിയത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എത്തിച്ചേരാൻ തന്നെയുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ലിറ്റി ഇന്ന് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ സാധാരണക്കാർ നമുക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഒത്തിരി വലിയ സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം തൻ്റെ കുറവുകളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്ന് ലിറ്റി സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിന് ഒത്തിരി അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു നിമിഷമായിരിക്കുമല്ലോ അത്? അതെ, തീർച്ചയായിട്ടും. അത് പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. IAS കോച്ചിങ്ങിൽ പോകാൻ പറ്റുമെന്നൊന്നും ചിന്തയില്ലായിരുന്നു. പക്ഷേ IAS പാസ്സായ 3 വ്യക്തികൾ ഇവിടെ വന്നപ്പോൾ ലിറ്റിമോൾ ഓർഗൻ വായിക്കുന്നതും പാടുന്നതും എല്ലാം കണ്ടപ്പോൾ അവർ പറയുകയാണ്, ഈ കുട്ടിക്ക് IASന് ചേരാമല്ലോ. അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ശരി പരീക്ഷിച്ചു നോക്കാം. അപ്പോൾ തന്നെ അവളെ പാലായിൽ കൊണ്ടുപോയി സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തു. ഇനി പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ, പറ്റുന്ന പോലെ ചെയ്യട്ടെ, ഇനി തോറ്റുപോയാലും സാരമില്ല, എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിക്കൊണ്ട് നമുക്കൊരു ട്രയൽ നടത്താം എന്ന് കരുതിക്കൊണ്ടാണ് അവളെ ചേർത്തപ്പോൾ അവൾക്ക് വളരെ ഉത്സാഹമായി. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇത്രയും സമയം വരെ അവൾ കോച്ചിങ് ക്ലാസ്സിലായിരുന്നു. സിസ്റ്റർ ലിറ്റി ഇപ്പം BCom പഠിക്കുവാണല്ലോ. BCom പഠിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങും ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചു വന്ന കാലഘട്ടം, അതായത് 1ാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ച് ഇപ്പോൾ ഡിഗ്രി വരെയായി. അപ്പോൾ ഈ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അതൊക്കെ സ്കൂളുകളിലൊക്കെ ലിഫ്റ്റുള്ള സൗകര്യമുള്ള സ്കൂളുകൾ വളരെ കുറവാണല്ലോ. അതുപോലെ നമ്മുടെ ഇവിടെ ലിഫ്റ്റ്, ഈ ഒരു ആലയത്തിൽ ലിഫ്റ്റ് വന്നിട്ടും ഒത്തിരി നാളായിട്ടില്ല. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് ലിറ്റി ഹാൻഡിൽ ചെയ്തത്? അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് അവരും എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തത്? സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറ്റി അവൾ ഇരുത്തണം. അത് ഓട്ടോയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിലോ ഒക്കെ നമ്മൾ ആരെങ്കിലും 2-3 പേര് കൂടി അവളെ ഇരുത്തിയാൽ മാത്രമേ അവൾക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു വീൽ ചെയർ അവിടെ ഉണ്ട്, അത് നമ്മൾ കൊണ്ടുപോകും. ആ വീൽ ചെയറിൽ കയറ്റി അവളെ സ്കൂളിൽ ക്ലാസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഇവിടെയാണെങ്കിൽ ലിഫ്റ്റ് ഇല്ലാത്ത
സമയങ്ങളിലൊക്കെ അവൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുമായിരുന്നു. അങ്ങനെ സ്റ്റെപ്പിൽ, അതായത് നിരങ്ങി സ്റ്റെപ്പുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കയറി ഇറങ്ങാൻ അവൾക്ക് സാധിക്കും. അതുപോലെ ഇപ്പോൾ അവൾ കോളേജിൽ പഠിക്കുന്നുണ്ട്, അവിടെ ലിഫ്റ്റില്ല. അപ്പോൾ അവിടെ NSS എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ടല്ലോ, നാഷണൽ സർവീസ് സ്കീം, അതിലെ കുട്ടികൾ അവളൊരു കസേരയിൽ ഇരുത്തിയിട്ട് അവർ സ്റ്റെപ്പ് കയറ്റി മുകളിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്, അവിടെ കൊണ്ടുവന്നാക്കുകയാണ്. അപ്പോൾ അത്രയും ഹെൽപ്പിംഗ് ആണ് അവർ, എല്ലാ തരത്തിലും കോപ്പറേറ്റീവാണ്. അപ്പോൾ സിസ്റ്ററെ, അതുപോലെ ലിറ്റിയെ പോലെ തന്നെ ഒത്തിരിയേറെ കുട്ടികളെ ഇവിടെ സിസ്റ്റർ നോക്കുന്നുണ്ട്. 100-ലധികം കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ ഒത്തിരി ഈ കുട്ടികളെ ഈ ലിറ്റിയെ നോക്കുന്ന പോലെ തന്നെ ലിറ്റിയേക്കാളും ഒത്തിരി പരിമിതികൾ അനുഭവിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? ബുദ്ധിമാന്യം സംഭവിച്ചവർ, പിന്നെ വികലാംഗർ, തളർവാദ രോഗികൾ, അന്ധരായിട്ടുള്ളവർ, കേൾക്കാൻ പറ്റാത്തവർ, അങ്ങനെ പല രീതിയിലും പരിമിതികൾ ഉള്ളവരാണ് ഇവിടെയുള്ള എല്ലാവരും. നോർമലായിട്ട് ആരുമില്ല. ഇവരൊക്കെ വീടുകളിലും തന്നെ ഉപേക്ഷിക്കപ്പെടുന്നവരാണ്. അതല്ലെങ്കിൽ അപ്പനും അമ്മയും മരിച്ചു പോയവരാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും നോക്കാനില്ല, സംരക്ഷിക്കാനില്ല. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മളിവിടെ മരണം വരെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ മാത്രമല്ല, ഇതിന് വേറെ 18 ശാഖാഭവനങ്ങൾ കൂടി ഉണ്ട്. കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ ആഫ്രിക്കയിലും ഉണ്ട് സ്ഥാപനങ്ങൾ. ഇതുപോലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നു. അപ്പോൾ അതും എല്ലാം ദൈവത്തിൻ്റെ പരിപാലനയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. സ്വന്തമായ വരുമാന മാർഗങ്ങൾ നമുക്കില്ല. പക്ഷേ ദൈവം ആരെങ്കിലുമൊക്കെ വഴി എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സിസ്റ്ററിനോട് മുന്നേ സംസാരിച്ചപ്പോഴും ഈ ഒരു ദൈവപരിപാലനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ കണ്ണു നിറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒത്തിരിയേറെ ഇതുപോലെ ഒത്തിരി 10-18 ഇടങ്ങൾ ഒത്തിരിയേറെ ആൾക്കാരെ, ഭിന്നശേഷിക്കാരായ ആൾക്കാരെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇത്രയേറെ മക്കൾക്ക് അമ്മമാരാവാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതത്തോടെയും വലിയ സ്നേഹത്തോടെയൊക്കെയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ നോക്കുന്നു. സഹനപ്പടികൾ കയറാം, നീ നടന്ന കാൽപ്പാടുകളെ അനുഗമിച്ചിടാം. കുരിശുമേന്തി ഞാൻ സഹനപ്പടികൾ കയറാം, നീ നടന്ന കാൽപ്പാടുകളെ അനുഗമിച്ചിടാം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ തളർന്നു പോകുന്നവരാണ് നമ്മളിൽ അധികവും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ പ്രതിസന്ധികളെ വളരെ മനോഹരമായിട്ട് അതിജീവിച്ച ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റിയാണ് നമ്മളുടെ മുന്നിലുള്ളത്. ലിറ്റി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ലിറ്റി ഇപ്പം എന്താ ചെയ്യുന്നേ? ഞാനിപ്പം മല്ലപ്പള്ളിക്കടുത്ത് ചെങ്ങരൂർ മിക്ഫാസ്റ്റ് കോളേജിൽ BCom 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഒപ്പം പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും IAS കോച്ചിങ്ങിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഒത്തിരി അത്ഭുതമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ലിറ്റിയുടെ കൂടെ ആയിരിക്കുന്നത്. ലിറ്റിയുടെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ ഇപ്പോൾ ലിറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിറ്റിയുടെ മുന്നോട്ടുള്ള ലക്ഷ്യം എന്താണ്? എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു എന്നെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഈ IAS ചെയ്യുന്നത് തന്നെ. ലിറ്റിയുടെ കൂടെ ആദ്യം തൊട്ട് ഉണ്ടായിരുന്ന സിസ്റ്റർ മേരി ലിറ്റി ഉണ്ട്. അതുപോലെ ഇപ്പോഴും വരെ ഒത്തിരിയേറെ സിസ്റ്റേഴ്സാണ് ലിറ്റിയുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ഇവരുടെ കൂടെ ആയിരിക്കുമ്പോഴും ഒത്തിരി സ്നേഹം അനുഭവിക്കുന്നുണ്ട്. ഇവരോടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ലിറ്റിക്ക്? ഞാൻ ജനിച്ച 6 ദിവസം പ്രായമുള്ളപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പം അന്ന് മുതൽ ഞങ്ങൾ സിസ്റ്റേഴ്സിനെ ചേച്ചിമാരെന്നാണ് വിളിക്കുന്നത്. ചേച്ചിമാരാണ് എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത്. അപ്പം അവരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ജനിച്ച 6 ദിവസമുള്ള ഒരു കുഞ്ഞിന്
അവർക്ക് അമ്മയുടെ ഒരു സ്നേഹം വേണം, ഒരു കരുതൽ വേണം. അതെല്ലാം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വളർച്ചയുടെ പാതയിൽ ഇപ്പം ഞാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ചേച്ചിമാരുടെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കരങ്ങളുണ്ട്. അപ്പോൾ സ്വന്തം അമ്മയെ പോലെ ചേച്ചിയായിട്ടും എല്ലാ റോളിലും നിന്നത് നമ്മുടെ ഈ സിസ്റ്റേഴ്സാണ്. ഇവിടെ ലിറ്റിയെ പോലെ ഒത്തിരി മറ്റു കുട്ടികളുണ്ട്. അവരുടെ കൂടെ ആയിരിക്കുമ്പോഴും സിസ്റ്റേഴ്സ് എടുക്കുന്ന എഫർട്ട് വളരെ അത്ഭുതത്തോടെയാണോ നോക്കി കാണുന്നത്? അതെ അതെ, കാരണം അവർ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചവരാ. അവർ വേറെ എങ്ങും പുറത്തോട്ട് പോകുന്നില്ല, ഞങ്ങളുടെ സ്വന്തം അവര്. ഇവരിങ്ങനെ ചെയ്യുന്നത് കാണുമ്പം മറ്റുള്ളവർ, അതായത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാറുണ്ടോ? ലിറ്റിയെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടോന്ന് പറഞ്ഞില്ലേ, അതായത് അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ, എല്ലാ കഴിവുകളും എല്ലാം ഉള്ളായിരിക്കെ നമ്മൾ ചെയ്യാത്ത, ഞങ്ങളൊന്നും ചെയ്യാത്ത പല കാര്യങ്ങളും ലിറ്റി നേടിയെടുത്തിട്ടുണ്ട്, ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയുവാണെങ്കിൽ മനോഹരമായിട്ട് കീബോർഡ് വായിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ കീബോർഡ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഒത്തിരി പരിമിതികൾ ഉള്ളപ്പോഴും ഇത്ര മനോഹരമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്ക് കീബോർഡ് പഠിക്കാനായിട്ട് എന്നെ ഏറ്റവും ഇൻസ്പിറേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മ തന്നെയാണ്. കാരണം ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ഞാനൊരു 6 മാസം ടാലി കോഴ്സ് ചെയ്ത് ആ സമയത്ത് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ കീബോർഡ് പഠിക്കണം. അപ്പം ഞാൻ സത്യമായിട്ട് ഞാൻ അമ്പരന്ന് പോയി, ഞാൻ എങ്ങനെ കീബോർഡ് വായിക്കും, കീബോർഡിൻ്റെ ഈ കീയെക്കൂടെ ഞാൻ എങ്ങനെ കയറി നടന്ന് വായിക്കുമോ എന്നൊക്കെ ഞാൻ ശരിക്കും ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാനിങ്ങനെ സംശയിച്ചപ്പോൾ പോലും ഒരു സംശയമില്ലാതെ അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് പറ്റും. പിറ്റേത്തെ ആഴ്ച എനിക്ക് ഒരു സാറിനെ അമ്മ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പം സാറിനോട് അമ്മ എപ്പോഴും വന്ന് പറയുമായിരുന്നു അവളെ നന്നായിട്ട് കീബോർഡ് പഠിപ്പിക്കണമെന്ന്. സാറ് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ പഠിക്കുമായിരുന്നു. ഞാൻ പല പ്രാവശ്യം കീബോർഡ് പഠനം നിർത്താൻ വേണ്ടി തുടങ്ങിയ ആളാണ്. പക്ഷെ അപ്പോഴെല്ലാം സാറും എന്നെ നിർബന്ധം പിടിച്ച് പഠിപ്പിച്ചതാണ്. പിന്നെ ഞാൻ എപ്പോഴും ഓർക്കും ഈ 2-3 വിരലും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഈ കീബോർഡിൽ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട് ചിലപ്പം. അപ്പോഴെല്ലാം അമ്മ പറഞ്ഞു നിനക്ക് പറ്റും. പിന്നെ അമ്മ ചെയ്തൊരു കാര്യം, ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് മുറിയിലേക്ക് എന്നെ വിളിച്ചു. എന്നിട്ട് എനിക്ക് അന്ന് ശാലോം ടൈംസിൽ വന്ന ഒരു ആർട്ടിക്കിൾ എടുത്തിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ട് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ വന്നു. പക്ഷെ ഞാനത് വായിച്ചില്ല, എനിക്ക് വായിക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല. പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു നീ വായിച്ചോ? ഞാൻ വായിച്ചില്ല, നീ വായിക്കാൻ പറഞ്ഞു. അപ്പം അതിൽ ഒരു ചേച്ചി മുട്ടും കൊണ്ട് കീബോർഡ് വായിക്കുന്ന ഒരു ചേച്ചി, പുറത്ത് എവിടെയുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ഒരു ആർട്ടിക്കിളായിരുന്നു. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് 3 വിരലെങ്കിലും ഉണ്ടല്ലോ, ആ ചേച്ചിക്ക് മുട്ട് മാത്രമേ ഉള്ളൂ, എനിക്ക് 3 വിരലെങ്കിലും ഉണ്ടല്ലോ. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഈ കീബോർഡിലേക്ക് ഉയർന്നു വന്നത്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഈ കീബോർഡ് വായിക്കുന്നു, അതുപോലെ മനോഹരമായിട്ടുള്ള കൈയക്ഷരത്തിന്റെ ഉടമയാണ് ലിറ്റി എന്നാണല്ലോ അറിഞ്ഞത്. അതെ, അതെങ്ങനെയാണ് ഈ ഒരു ഇത്ര മനോഹരമായിട്ട് എഴുതാൻ സാധിക്കുന്നത്? അതിന് കാരണക്കാരി ഞങ്ങളുടെ അമ്മ തന്നെയാണ്. അമ്മ അതിന് എനിക്ക് ബുക്കിൽ എഴുതി തന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എന്നോടൊരു 10 പ്രാവശ്യം എഴുതി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുതി പല പ്രാവശ്യം അങ്ങനെ എഴുതിയാണ് എൻ്റെ ഹാൻഡ് റൈറ്റിങ്
അത്രയും നന്നായത്. അതായത് ഞങ്ങൾക്ക് പോലും മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോഴും ഒരു സ്വപ്നമാണ്. അന്നേരം മനോഹരമായിട്ട് എഴുതും, അതുകൊണ്ട് രജിസ്റ്ററിൽ എഴുതിപ്പിക്കുന്നത് ഞങ്ങൾ ലിറ്റിയെ കൊണ്ടാണ് എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. ഒത്തിരി ഒത്തിരി അത്ഭുതം തോന്നുന്ന കാര്യമാണത്. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ഉണ്ട്. ഞാൻ തന്നെ ഇരുന്ന് പേഴ്സണൽ പ്രെയർ നടത്താറുണ്ട്. ഇപ്പം എനിക്ക് അധിക സമയം ആകെ ഒരു സൺഡേ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അപ്പം ഞാൻ ആ 1 മണിക്കൂർ സൺഡേയിൽ 1 മണിക്കൂർ ഞാൻ എന്നും ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ബാക്കി കുട്ടികൾക്ക് മുന്നിൽ ഈശോയെ പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് മുന്നിൽ ഈശോയെ കാണിച്ചു കൊടുക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഒത്തിരി ലിറ്റിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു അവസരങ്ങളെ എത്ര മനോഹരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചാപ്പലിൽ പോകുമ്പം ഞാൻ പറയണ്ട, അവരെൻ്റെ കൂടെ തന്നെ വരാറുണ്ടെന്നു. അതുപോലെ ഈ സിസ്റ്റേഴ്സിന്റെ കൂട്ടത്തില് ഈ പ്രെയർ നടത്തുന്ന കാര്യത്തിലൊക്കെ ലിറ്റി പോകാറുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനെ കുറിച്ച് എന്താണ്? ഞാൻ പുറത്തെ സിസ്റ്റേഴ്സ് ധ്യാനത്തിനൊക്കെ പോകുമ്പം കൂടെ അവരെ കീബോർഡ് വായിക്കാനും പാട്ട് പാടാനും സഹായിക്കാൻ പോകാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 2 വയസ്സുള്ളപ്പം, അതായത് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം, ഇവിടെ ധ്യാനങ്ങൾ നടക്കുന്ന സമയത്ത് അമ്മ എന്നെ എന്നും ഈ ധ്യാനം നടക്കുന്നിടത്ത് കൊണ്ടുപോകുമായിരുന്നു. അവിടെ ചെന്ന് എന്നോട് അവിടെ ജനങ്ങളോട് വചനം പറയാൻ പറയും, എന്നെക്കൊണ്ട് പറയിപ്പിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വചനം ഏശയ്യ 49:15. വാക്കുകളൊന്നും ക്ലിയർ അല്ലായിരുന്നെന്ന്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ആ ഒരു വചനം അമ്മ എന്നും എന്നെക്കൊണ്ട് എല്ലാ മാസവും ഇവിടെ ധ്യാനം നടക്കുമ്പം എന്നെക്കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയൊരു ട്രെയിനിങ് ആണിത്. പിന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോൾ മുതലാണ് ഞാൻ ശരിക്കും ധ്യാന കേന്ദ്രത്തിലേക്ക് പാടാനായിട്ടൊക്കെ പോകുന്നത്. ധ്യാനത്തിന് പാടുമ്പം ജനങ്ങൾ കേൾക്കുന്നവരോട് പറയാറുണ്ട്, നല്ല അഭിഷേകമുണ്ട് ലിറ്റി, പാടുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് പഠനത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും എനിക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഞാൻ ഓടി ധ്യാന കേന്ദ്രത്തിലേക്ക് ചെല്ലാറുണ്ട്, അവരെ സഹായിക്കാറുണ്ട്. പക്ഷെ അതൊരു നഷ്ടമായിട്ടല്ല, ഞാനൊരു അനുഗ്രഹമായിട്ടാണ് അത് കാണുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ലിറ്റി ഒരു നല്ല പാട്ടുകാരിയാണ് എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് 2 ലൈൻ പാടുവല്ലേ? പാടാം. അമ്മയില്ലാത്ത കുറവുമായ്ക്കും യേശുവിൻ മാതാവേ, പെറ്റമ്മയേക്കാൾ സ്നേഹം നൽകും യേശുവിൻ മാതാവേ, അമ്മയില്ലാത്ത കുറവുമായ്ക്കും യേശുവിൻ മാതാവേ, പെറ്റമ്മയേക്കാൾ സ്നേഹം നൽകും യേശുവിൻ മാതാവേ. ഇതുപോലെ നന്നായിട്ട് പാടാനും വലിയ പാട്ടുകാരി ആവാനും ഒക്കെ പറ്റട്ടെ. നമ്മൾ പറഞ്ഞു നന്നായിട്ട് പാടും, ഒത്തിരി ഇടത്ത് ധ്യാനകേന്ദ്രത്തിൽ നമ്മുടെ ഈശോനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി മനുഷ്യരെ കാണാനും ഒത്തിരി പേർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിച്ച ഒരാളാണല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിലുണ്ടായ എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഈശോനെ അറിഞ്ഞ എക്സ്പീരിയൻസ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, എന്തെങ്കിലും കുഞ്ഞൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? ഇവിടെ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടാറുണ്ട്. അപ്പം ആദ്യം അവർ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഓർമ്മയൊന്നും കാണത്തില്ല. അപ്പം 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നല്ല ബോധത്തോടെ ഹാളിൽ വന്നിരിക്കുമ്പം ആയിരിക്കും എന്നെ കാണുന്നത്. അപ്പം എന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരെൻ്റെ മുഖത്തൊന്നും കണ്ണെടുക്കാറില്ല. പിന്നെ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഒക്കെ സമയത്ത് പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്ന് എന്നോട് വന്ന് മിണ്ടി കഴിഞ്ഞ് എന്നെ കണ്ടു കഴിയുമ്പോൾ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യപിക്കത്തില്ല എന്നുള്ളത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വലിയ അനുഗ്രഹമാണ് ഈശോനെ ഒത്തിരി പേർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ വലിയ സാക്ഷ്യമായിട്ട് നിൽക്കാൻ സാധിക്കുന്നതും ഒക്കെ ലിറ്റിക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ്. ഇനിയും ഇതുപോലെ ഈശോനെ കൊടുക്കാൻ ചെല്ലുന്നിടത്തൊക്കെയും ഈശോനെ കൊടുക്കാൻ ഒത്തിരി ഉയരങ്ങൾ നേടാൻ ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം ചില സമയങ്ങളിലൊക്കെ ചെറിയ കുറവിന്റെ പേരിൽ ഒത്തിരി ഡിപ്രസ്ഡ് ആയി പോകുന്നവരുണ്ട്. കുറവുകളെ ഓർത്ത് അവർ പിന്നെ പുതിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണാനോ നേടാനോ ഒന്നും തയ്യാറാവാതെ പിന്നിലോട്ട് മാറിപ്പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പ്രചോദനമാണ് ലിറ്റിക്ക് അങ്ങനെ കുഞ്ഞു കുറവിന്റെ പേരിൽ സങ്കടപ്പെടുന്നവരോടും അല്ലെങ്കിൽ പിൻവലിഞ്ഞ് നിൽക്കുന്നവരോടും ഒക്കെ ലിറ്റിക്ക് എന്താ പറയാനുള്ളത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ
ശിഷ്യന്മാർ ഈശോയോട് പറയുന്നു, ഒരു അന്ധനെ കാണിച്ചു കൊടുത്തിട്ട് ഈശോയോട് പറയുന്നുണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെ പാപം മൂലമോ അതോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ എന്ന്. ഈശോ പറയുന്നുണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെ പാപം മൂലമോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. അപ്പം ദൈവം ഓരോ ബലഹീനതകളും അല്ലെ കുറവുകളും നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിലൂടെ ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ബലഹീനതയിലേക്ക് അല്ലെ കുറവുകളിലേക്ക് നമ്മൾ നോക്കിയിരുന്ന് കണ്ണു നനയാതെ നിരാശപ്പെടാതെ ഉയരങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറവുകളെ പരിഗണിക്കാതെ ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്ന ഒത്തിരി ആത്മാക്കളെ നേടുന്ന, മനോഹരമായിട്ട് കീബോർഡ് വായിക്കുന്ന, നന്നായിട്ട് പാട്ടുപാടുന്ന ഒരു മിടുക്കി കുട്ടീനെയാണ് ലിറ്റിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇനിയും ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ആത്മാക്കളെ നേടാൻ, ലിറ്റി ആഗ്രഹിക്കുന്നത് പോലെ സ്വപ്നങ്ങളെ കയ്യെത്തി പിടിക്കാൻ, മികച്ച ഒരു IAS ഓഫീസർ ആവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.